ഇന്ന് നമ്മൾ മലബാർ ഏരിയയിലെല്ലാം കാണുന്ന ഉന്നക്കായയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 3 ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് മുറിച്ച് പുഴുങ്ങാനായി ഒരു അപ്പച്ചെമ്പിൽ വെച്ചിട്ടുണ്ട്. ആയം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കുന്നു. അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങയാണ്, ചിരവിയ തേങ്ങയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ മിക്സിലേക്ക് ചിരവിയ തേങ്ങ കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അധികം നന്നായി മൂത്ത് പോകണ്ട. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ആകുമ്പോഴേക്കും നമുക്ക് ഫില്ലിംഗ് റെഡിയായി കിട്ടി. ഇത് ഫില്ലിംഗ് നമുക്ക് റെഡി ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ഏത്തപ്പഴം റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി ചൂടോടെ തന്നെ പഴം ഉടച്ചെടുക്കണേ. ചൂടോടെ ഉടച്ചെടുത്തില്ലേ നമുക്ക് അതിന്റെ പരുവത്തിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ ഉടച്ചെടുത്ത പഴം നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് ഒരു ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുത്ത് കയ്യിൽ വെച്ച് പരത്തിയെടുക്കുക. കയ്യിൽ പരത്തുമ്പോൾ അതിന് മുന്നേ കുറച്ച് ഓയിൽ കയ്യിലാക്കാൻ മറക്കരുത്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് നിറച്ച് പൊട്ടി വരാത്ത രീതിയിൽ നന്നായി ഉരുട്ടിയെടുക്കുക. ഉരുട്ടുമ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ് ആവശ്യം ആ ഷേപ്പിലേക്ക് നമുക്ക് ഉരുട്ടാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഉന്നക്കായയുടെ തനതായ രീതിയിലുള്ള ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നന്നായി തന്നെ ഉരുട്ടിയെടുക്കുക, അല്ലെങ്കിൽ അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാ ഉന്നക്കായും നമ്മൾ ഇതുപോലെ തന്നെ ഉരുട്ടി ഉരുട്ടി വെക്കുക. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കിയെടുത്ത് അതിലേക്ക് ഈ ഓരോ ഉന്നക്കായ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷേപ്പ് ചെയ്ത മിക്സ് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ആരെങ്കിലും പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്കതെടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാനെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്തു വെക്കാം ഒരു പലഹാരം കൂടിയാണ് ഉന്നക്കായ. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ച് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഉന്നക്കായ ഇട്ട് കൊടുക്കാൻ. ഇതൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഓരോ ഭാഗമാകുമ്പോഴും മറിച്ച് മറിച്ച് ഇട്ടിട്ട് കൊടുക്കുക. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഉന്നക്കായ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.